നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തെയും സ്നേഹിക്കാൻ കഴിയും. കാരണം ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാം, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മറ്റു ഏതൊരു മനുഷ്യനേക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ ഒരാളും പരിപൂർണ മുഅ്മിനാവുകയില്ല. ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, നരകാവകാശി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് പറഞ്ഞ കാഫിറായ അബൂലഹബ് തൻ്റെ സഹോദരൻ അബ്ദുള്ളക്ക് മുഹമ്മദ് എന്നൊരു മകൻ ജനിച്ചുവെന്ന സന്തോഷ വാർത്ത വന്ന് ആദ്യം പറഞ്ഞ സുഹൈബത്തുൽ അസ്ലമിയ എന്ന തൻ്റെ അടിമ സ്ത്രീയെ മോചിപ്പിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് സന്തോഷം പ്രകടിപ്പിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് എല്ലാ തിങ്കളാഴ്ചയും അദ്ദേഹത്തിൻ്റെ ശിക്ഷയിൽ അല്ലാഹു തആല ഇളവ് കൊടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചതിൻ്റെ പേരിൽ ഒരു കാഫിറിന് പോലും ശിക്ഷയിൽ ഇളവ് കൊടുക്കുന്നുവെങ്കിൽ അവിടുത്തെ ജന്മദിനത്തിൽ സന്തോഷിക്കുന്ന മുസ്ലിമായ നമുക്ക് അല്ലാഹു തആല തീർച്ചയായും പ്രതിഫലം നൽകും.